എൻ്റെ ജീവിതം ഒരു പരാജയമാണ്. ഇനി എത്ര നാൾ കൂടി ഇങ്ങനെ വേദന തിന്ന് പ്രശ്നങ്ങളുടെ നടുവിൽ കഴിയണം? ഇതുപോലെ ചിന്തിക്കാത്തവർ നമ്മുടെ ഇടയിൽ കുറവായിരിക്കുമല്ലേ? കാരണം എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലും പല രീതിയിലുള്ള പ്രതിസന്ധികളും ഉണ്ടാകാം. ഈ ലോകത്ത് ഏറ്റവും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തി ഞാനാണെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നാം. ഒരു കിടപ്പാടം പോലും ഇല്ലാതെ തെരുവിൽ കഴിയുന്നവരും, ഉറ്റവരെല്ലാം നഷ്ടപ്പെട്ട് അനാഥരായവരും, രോഗങ്ങളും ദുരിതങ്ങളും വേട്ടയാടുന്നവരുമൊക്കെ ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. അവരിലേക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കണം. എൻ്റെ വേദനയും പ്രയാസവും ഒക്കെ നിസ്സാരമാണെന്ന് അപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. സാമ്പത്തിക പ്രയാസമോ കുടുംബ പ്രശ്നങ്ങളോ ഉണ്ടായാൽ ആത്മഹത്യയോ കൊലപാതകമാണോ പരിഹാരം? വയനാട്ടിൽ ഭാര്യയെ ഭർത്താവ് കൊലപ്പെടുത്തിയ സംഭവം മനുഷ്യ മനസാക്ഷിയെ നടുക്കുന്നതാണ്. ഇതോടൊപ്പം ഈ വിഷുദിനത്തിൽ രാവിലെ പുറത്തു വന്ന മലപ്പുറത്തെയും തിരുവല്ലയിലെയും കൊലക്കേസുകളും ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. സാമ്പത്തിക പ്രശ്നങ്ങളും ദാമ്പത്യ തർക്കവും ഏതൊരു മനുഷ്യൻ്റെയും ജീവിതം തന്നെ താളം തെറ്റിക്കാം. അതോടെ കുടുംബ സമാധാനവും നഷ്ടപ്പെടും. ഇതിനെല്ലാം ഇടയിൽപ്പെട്ട് നരകയാതന അനുഭവിക്കുന്ന മക്കളെക്കുറിച്ച് എത്ര പേർ ചിന്തിക്കാറുണ്ട്? വയനാട് കേണിച്ചിറയിൽ ഒരു യുവാവിൻ്റെ ക്രൂരത 2 കുഞ്ഞുങ്ങളെയാണ് അനാഥരാക്കിയത്. കേളമംഗലം സ്വദേശി ജിൽസനാണ് ഭാര്യ ലിഷയെ ക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യക്ക് ശ്രമിച്ചത്. മക്കളെ മുറിയിൽ പൂട്ടിയിട്ട ശേഷമായിരുന്നു സംഭവം. കടബാധ്യത കാരണം താൻ മരിക്കുമെന്ന് സുഹൃത്തുക്കളെ വിളിച്ചു പറഞ്ഞ ശേഷമാണ് ജിൽസൺ ഈ ക്രൂരകൃത്യം ചെയ്തത്. ജീവിതം മടുത്തു, ഇനി മരിക്കുകയാണെന്ന് സുഹൃത്തുക്കളെ ഫോണിൽ വിളിച്ചു പറയുന്നു. പിന്നാലെ കേട്ടത് വലിയ ദുരന്ത വാർത്ത. വയനാട് കേളമംഗലം സ്വദേശി ജിൽസൺ ആണ് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യക്ക് ശ്രമിച്ചത്. വാട്ടർ അതോറിറ്റി ജീവനക്കാരനായ ജിൽസണും ഭാര്യ ലിഷയും തമ്മിൽ കടബാധ്യതയെ ചൊല്ലി വീട്ടിൽ നിരന്തരം തർക്കമുണ്ടായിരുന്നു. സംഭവ ദിവസവും പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ നീണ്ട തർക്കത്തിനൊടുവിൽ ജിൻസൺ ലിഷയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. 2 മക്കളെയും മുറിയിൽ പൂട്ടിയിട്ടതിന് ശേഷമായിരുന്നു ക്രൂരകൃത്യം നടത്തിയത്. ജിൽസൺ എഴുതിയതായി കരുതപ്പെടുന്ന ആത്മഹത്യാക്കുറിപ്പ് വീട്ടിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. പെട്ടെന്ന് ഇതെന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. കടബാധ്യതയാണെന്ന് തന്നെയാണ് വിശ്വാസം, അല്ലാതെ വേറെ ഒരു വിഷയങ്ങളുമില്ല. ഇപ്പോൾ നിലവിൽ ഞാനുള്ള വാർഡിൽ അവർക്ക് കടയും അതുപോലെയൊക്കെ അതൊക്കെ കടത്തിലാണ് എടുത്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. തികച്ചും സമാധാനപരമായി ജീവിച്ച ഒരു കുടുംബമാണ്. ആരുമായിട്ട് യാതൊരു അലമ്പോ ഒരു വിഷയങ്ങളൊന്നും ഇതുവരെ നമ്മൾ കേട്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. ഞാൻ എപ്പോഴും ഇടപെടുന്ന ഒരു കുടുംബമായിരുന്നു. പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. നേരത്തെ കടബാധ്യതയുള്ളതിനാൽ മരിക്കുന്നുവെന്ന് ജിൽസൺ സുഹൃത്തുക്കളെ വിളിച്ചറിയിച്ചിരുന്നു. ഇത് പോലീസും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പിന്നീടാണ് ഭാര്യയെ കൊലപ്പെടുത്തിയത്. കേണിച്ചിറയിലാണ് നാടിന് നടുക്കിയ സംഭവം നടന്നത്. ഭാര്യയെ കൊന്ന ശേഷം ജിൽസൺ കൈഞ്ഞരമ്പ് മുറിച്ചാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. ജിൽസനെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വാട്ടർ അതോറിറ്റി പമ്പ് ഓപ്പറേറ്ററാണ് ജിൽസൺ. കേബിൾ ഉപയോഗിച്ച് കഴുത്തുമുറുക്കിയാണ് ഭാര്യയെ കൊലപ്പെടുത്തിയത്. ന്യൂസ് 18 വയനാട്. നമ്മുടെ വീട്ടിൽ കറണ്ട് പോയാൽ സാധാരണ മലയാളി നോക്കുന്നത് അയൽ വീടുകളിലേക്കാണ്. അവിടെ വെളിച്ചം കണ്ടാൽ പലരുടെയും മനസ്സിൽ ഇരുട്ട് കയറും. മലപ്പുറം പെരിന്തൽമണ്ണയിൽ വീട്ടിൽ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളാണ് ഒരാളുടെ ജീവനെടുത്തത്. പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് സ്വദേശി സത്യനാരായണൻ മദ്യലഹരിയിൽ അയൽവാസിയായ ബന്ധുവിനെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. സത്യനാരായണൻ്റെ വീട്ടിൽ വൈദ്യുതി തടസ്സപ്പെട്ടതിനെ തുടർന്ന് ഇയാൾ പോസ്റ്റിലെ ഫ്യൂസ് ഊരി. ഇതേ തുടർന്ന് അയൽവാസികളുമായി ഉണ്ടായ തർക്കത്തിനിടെയാണ് ബന്ധു കൂടിയായ സുരേഷ് ബാബുവിനെ കൊലപ്പെടുത്തിയത്. കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഞായറാഴ്ച രാത്രി 10:30യോടെയാണ് കൃത്യം നടന്നത്. മുൻപ് പലപ്പോഴും വാക്കുതർക്കവും അടിപിടിയും കയ്യാങ്കളിയും ഒക്കെ സത്യനാരായണൻ സുരേഷ് ബാബുവും തമ്മിൽ നടന്നിട്ടുണ്ടെങ്കിലും ഇത്തവണ അതവരിൽ ഒരാളുടെ ജീവൻ എടുത്തു. സത്യനാരായണന്റെ വീട്ടിലെ സർവീസ് വയർ പൊട്ടിയത് കാരണം വൈദ്യുതി ഉണ്ടായിരുന്നില്ല. മറ്റുള്ളവർക്കും കറണ്ട് കിട്ടരുതെന്ന് കരുതി സത്യനാരായണൻ അടുത്ത പോസ്റ്റിലെ ഫ്യൂസ് ഊരി.
ഇത് ചോദ്യം ചെയ്ത സുരേഷ് ബാബു സത്യനാരായണനുമായി ഫോണിൽ തർക്കമായി. മദ്യലഹരിയിലായിരുന്ന സത്യനാരായണൻ പെട്ടെന്ന് പ്രകോപനനായി വീട്ടിലെത്തി കത്തിക്കൊണ്ട് കുത്തുകയായിരുന്നു. സുരേഷ് ബാബുവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇവർ തമ്മിൽ പണ്ട് മുതലേ ഉള്ള ഒരു ക്ലാസ്മേറ്റുകളാണ്, കുടുംബമാണ്. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവണം. നമ്മൾ സാധാരണ അവർ ചെയ്യണ പോലെയാണെന്നാ കരുതിയത്. അപ്പോൾ പിന്നെ ഒരു അവിടുന്ന് മുപ്പര ഭാര്യയും കുട്ടികളൊക്കെ തൊള്ളനായിട്ട് വണ്ടി ചെന്നപ്പോൾ ആണ് ഇങ്ങനത്തെ സംഭവം. കത്തിക്കുത്താണ്. പിന്നെ ആ നേരത്തെ വണ്ടി വിളിച്ചിട്ട് വണ്ടി കിട്ടണില്ല. വണ്ടി വന്നപ്പോഴത്തേന് ആളെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വന്നത്. പോലീസ് സത്യനാരായണനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി. 9ഓളം ആഴത്തിലുള്ള മുറിവുകൾ സുരേഷ് ബാബുവിന്റെ ശരീരത്തിലുണ്ടായിരുന്നു. മുൻപും സത്യനാരായണൻ സുരേഷ് ബാബുവിനെ ആക്രമിച്ചിട്ടുണ്ട്. 2023 മാരകമാം വിധം ആക്രമിച്ച് മുറിവേൽപ്പിച്ചതിന് അന്ന് പോലീസ് സത്യനാരായണനെതിരെ കേസെടുത്തിരുന്നു. സുരേഷ് ബാബുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. സത്യനാരായണനെ സംഭവ സ്ഥലത്ത് കൊണ്ടുപോയി തെളിവെടുപ്പ് നടപടികൾ പോലീസ് പൂർത്തീകരിച്ചു. ന്യൂസ് 18 മലപ്പുറം. ബന്ധുക്കളും സുഹൃത്തുക്കളുമായി സാമ്പത്തിക ഇടപാടുണ്ടായാൽ അത് പലപ്പോഴും ദുരന്തത്തിലാകും കലാശിക്കുക. പത്തനംതിട്ട തിരുവല്ലയിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയത് സാമ്പത്തിക പ്രശ്നങ്ങളെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ്. തിരുവല്ല ഈസ്റ്റ് ഓതറ സ്വദേശി മനോജാണ് കൊല്ലപ്പെട്ടത്. കേസിൽ ബന്ധുവും അയൽവാസിയുമായ രാജനെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാജൻ്റെ ബാങ്ക് അക്കൗണ്ടിലെ പണം മനോജിൻ്റെ മകൻ എടുത്തെന്നാരോപിച്ച് പലപ്പോഴും ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. ഒടുവിൽ കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയാണ് തിരുവല്ല ഈസ്റ്റ് ഓതറ സ്വദേശിയായ മനോജിനെ ബന്ധുവും അയൽവാസിയുമായ രാജൻ കുത്തിക്കൊലപ്പെടുത്തിയത്. പഞ്ചായത്തിൽ നിന്നും ലൈഫ് പദ്ധതിയിൽ ലഭിച്ച പണം മനോജിന്റെ മകൻ തട്ടിയെടുത്തെന്ന് ആരോപിച്ചായിരുന്നു കൊലപാതകം. രാജന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം എടുത്തു നൽകിയിരുന്നത് മനോജിന്റെ മകനായിരുന്നു. ഇതിൽ പലതവണയായി 1 ലക്ഷം രൂപയോളം മനോജിന്റെ മകൻ തട്ടിയെടുത്തിരുന്നു. ഇത് രാജൻ ചോദ്യം ചെയ്തത് പലപ്പോഴും വാക്കേറ്റത്തിലും അടിയിലും കലാശിച്ചിരുന്നു. ഇന്നലെ രാത്രിയിലും കൊല്ലപ്പെട്ട മനോജ് രാജന്റെ വീട്ടിലെത്തി വാക്കേറ്റമുണ്ടായതായി പറയുന്നു. തുടർന്നുള്ള സംഘർഷത്തിലാണ് മനോജിനെ രാജൻ കുത്തിക്കൊലപ്പെടുത്തിയത്. സംഘർഷത്തിൽ പരിക്ക് പറ്റിയ രാജനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഇയാളുടെ പരിക്ക് ഗുരുതരമല്ല. തുടർന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊലപാതകത്തിന് മറ്റു കാരണങ്ങളുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് 18 പത്തനംതിട്ട. നമ്മൾ അയൽവാസികളെയും നാട്ടുകാരെയും ഒക്കെ കണ്ടാൽ സാമാന്യ മര്യാദയ്ക്ക് ചിരിക്കാറുണ്ടല്ലേ? എന്നാൽ ഇക്കാലത്ത് എല്ലാവരെയും ചിരിച്ചു കാണിക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. ആ ചിരി പരിഹാസമായി തോന്നിയാൽ ആക്രമണവും കൊലപാതകവും വരെ നടക്കുന്ന നാടാണിത്. മലപ്പുറം തിരൂർ കാവഞ്ചേരിയിൽ ഒന്ന് ചിരിച്ചു കാണിച്ചതിനാണ് യുവാവിനെ കത്തികൊണ്ട് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കാവഞ്ചേരി നേർച്ചയ്ക്കിടയിലാണ് വാക്കേറ്റവും കത്തിക്കുത്തുമുണ്ടായത്. ആക്രമണത്തിൽ പരിക്കേറ്റ കൂട്ടായി സ്വദേശിയായ യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേസിലെ പ്രതി ലാലു എന്ന് വിളിക്കുന്ന ലഹലിനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തിരൂർ കാവഞ്ചേരി നേർച്ചയ്ക്കിടയിലാണ് യുവാവിനെ കത്തികൊണ്ട് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കൂട്ടായി സ്വദേശി ചെമ്പല്ലന്റെ പരുക്കൽ ലാലു എന്ന് വിളിക്കുന്ന ലഹൽ യുവാവിനെ കത്തികൊണ്ട് കുത്തുകയായിരുന്നു. നേർച്ചയ്ക്കിടയിലെ വരവാഘോഷ സമയത്ത് പ്രതിയെ നോക്കി യുവാവ് ചിരിച്ചതാണ് പ്രകോപന കാരണം. ഇതേ തുടർന്ന് ലഹലും യുവാവും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും കത്തികൊണ്ട് കുത്തുകയുമായിരുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ യുവാവ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട ലഹലിനെ ഒളിസങ്കേതത്തിൽ നിന്നാണ് പൊക്കിയത്. അടിപിടി കേസിലും മയക്കുമരുന്ന് കേസിലും ഉൾപ്പെട്ട് കാപ്പാൻ നടപടിക്ക് വിധേയനായ ആളാണ് പ്രതി. കളിയാക്കി ചിരിച്ചതിലുള്ള വിരോധത്താലാണ് കത്തികൊണ്ട് കുത്തിയത് എന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. തിരൂർ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. ഉത്സവ പറമ്പുകളിൽ ഗാനമേളയോ സ്റ്റേജ് ഷോകളോ ഉണ്ടായാൽ സംഘർഷങ്ങൾ പതിവാണ്.
അത് നിയന്ത്രിക്കാൻ എത്തുന്ന പോലീസുകാരെ പോലും ആക്രമികൾ ചിലപ്പോൾ വെറുതെ വിടാറില്ല. തിരുവനന്തപുരം കിളിമാനൂരിൽ ഗാനമേളയ്ക്കിടെ ഉണ്ടായ സംഘർഷം തടയാനെത്തിയ പോലീസ് സംഘത്തിനു നേരെയും ആക്രമണമുണ്ടായി. SI ഉൾപ്പെടെ 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സംഘർഷത്തിൽ പരിക്കേറ്റു. പോലീസ് വാഹനവും ആക്രമികൾ തല്ലി തകർത്തു. കേസിൽ ആക്രമി സംഘത്തിലെ 4 പേരെ കിളിമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി 10:30 കിളിമാനൂർ കാട്ടുംപുറം കരിക്കകം ശ്രീ പഞ്ചമുഖമാടൻ തമ്പുരാൻ ക്ഷേത്രത്തിലായിരുന്നു സംഭവം. ക്ഷേത്രപ്പറമ്പിൽ അരങ്ങേറിയ ഗാനമേളയ്ക്കിടെ പ്രതികളായ യുവാക്കൾ ചേരിതിരിഞ്ഞ് സംഘർഷത്തിലേർപ്പെട്ടു. സ്ഥലത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കിളിമാനൂർ സബ് ഇൻസ്പെക്ടർ അരുണിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അക്രമം തടയാൻ ശ്രമിച്ചു. ഇതിനിടെയാണ് അക്രമി സംഘത്തിലെ 10ഓളം പേർ ചേർന്ന് പോലീസ് സംഘത്തെ ആക്രമിച്ചത്. SI ഉൾപ്പെടെ 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആക്രമണത്തിൽ പരുക്കേറ്റു. അക്രമികൾ മരക്കഷ്ണം ഉപയോഗിച്ച് പോലീസ് ജീപ്പ് കേടുപാടുകൾ വരുത്തുകയും ചെയ്തു. പോലീസിനെ ആക്രമിച്ചതോടെ സ്ഥലത്ത് കൂടുതൽ പോലീസ് എത്തി ആക്രമണം തടഞ്ഞു. അക്രമി സംഘത്തിലെ കണ്ടാലറിയാവുന്ന 10ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഇതിൽ മുഖ്യപ്രതികളായ കാട്ടുപുറം സ്വദേശികളായ അൽ മുബീൻ, സുബീഷ്, സുബിൻ, ഗൗതം എന്നിവരാണ് അറസ്റ്റിലായത്. അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. ന്യൂസ് 18 തിരുവനന്തപുരം. കേരള പോലീസിനെ പോലെ പ്രതികളോട് അത്ര മര്യാദ കാണിക്കുന്നവരല്ല മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസുകാർ. കർണാടകയിലും തമിഴ്നാട്ടിലുമൊക്കെ പ്രതികളെ വെടിവെച്ച് കൊല്ലുന്ന സംഭവങ്ങളൊക്കെ പലപ്പോഴും കേൾക്കാറുള്ളതാണ്. ഏറ്റവും ഒടുവിൽ കർണാടക പോലീസ് ഒരു കൊലക്കേസ് പ്രതിയെ വെടിവെച്ച് കൊന്ന സംഭവം വലിയ വിവാദമായിരിക്കുകയാണ്. 5 വയസ്സുകാരിയെ തട്ടിയെടുത്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ബീഹാർ സ്വദേശി നിതേഷ് കുമാറാണ് മരിച്ചത്. തെളിവെടുപ്പിനിടെ പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയാണ് വെടിവെച്ചതെന്ന് പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. അഞ്ചു വയസ്സുകാരെ തട്ടിയെടുത്ത് കൊലപ്പെടുത്തിയ പ്രതിയായ ബീഹാർ സ്വദേശി 35-കാരൻ നിതേഷ് കുമാർ കുറ്റം സമ്മതിച്ചിരുന്നു. തെളിവെടുപ്പിനായി കൊണ്ടുപോയപ്പോഴാണ് പ്രതി പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ഇതോടെയായിരുന്നു പോലീസ് വെടിവെച്ചത്. കാലിലും പുറത്തുമായി 2 വെടിയുണ്ടകളാണ് ഇയാൾക്കേറ്റത്. ഉടൻ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും നിതേഷ് കുമാർ മരിച്ചിരുന്നു. To prevent any further possible assault on the police, there was a sub-inspector was on the spot. Air fired initially, wanted to surrender, but when he further continued running, she fired at him. 2 rounds have hit him, and when taken to hospital, he was dead. ഉച്ചയ്ക്ക് വീട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന 5 വയസ്സുകാരിയെ മതിൽ ചാടിക്കടന്ന് വീട്ടിലെത്തിയ നിതേഷ് തട്ടിയെടുക്കുകയായിരുന്നു. ആളൊഴിഞ്ഞ ഷെഡിലേക്ക് കൊണ്ടുപോയി കുഞ്ഞിനെ ക്രൂരമായി കൊലപ്പെടുത്തി. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ നാട്ടുകാരും പോലീസും ചേർന്ന് പ്രതിയെ പിടികൂടുകയായിരുന്നു. ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിക്കുകയും കുട്ടിയെ എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്ന് ഇയാൾ വിശദീകരിക്കുകയും ചെയ്തു. പിന്നീട് തെളിവെടുപ്പിനായി കൊണ്ടുപോകുമ്പോഴായിരുന്നു ആക്രമണവും വെടിവയ്പും. ന്യൂസ് 18 കർണാടക. കാസർഗോഡ് മഞ്ചേശ്വരത്തിന് സമീപം കുഞ്ചത്തൂർ എന്ന ഗ്രാമത്തെ നടുക്കിയ കൊലപാതകം. മംഗളൂരു സ്വദേശിയായ ഓട്ടോ ഡ്രൈവറെ കൊലപ്പെടുത്തിയ കേസിൽ കഴിഞ്ഞ 3 ദിവസമായി കാസർഗോഡ് പോലീസും കർണാടക പോലീസും പ്രതിക്ക് വേണ്ടി വല വിരിച്ചിരിക്കുകയായിരുന്നു. മംഗളൂരുവിനും മഞ്ചേശ്വരത്തിനും ഇടയിലുള്ള 50ഓളം CCTVകൾ പരിശോധിച്ചു. ഒടുവിൽ കേസിലെ മുഖ്യപ്രതിയെ കണ്ടെത്തിയിരിക്കുന്നു. കർണാടക സ്വദേശി അഭിഷേക് ഷെട്ടിയാണ് മഞ്ചേശ്വരം പോലീസിന്റെ പിടിയിലായത്. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. വ്യാഴാഴ്ച രാത്രിയാണ്
മംഗളൂരു സ്വദേശി മുഹമ്മദ് ഷെരീഫിനെ മഞ്ചേശ്വരം കുഞ്ചത്തൂരിലെ ചൂതാട്ട കേന്ദ്രത്തിന് സമീപമുള്ള കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുഞ്ചത്തൂർ അടുക്കപ്പള്ള മാത്തിക്കുണ്ടയിൽ ആൾമറയില്ലാത്ത കിണറ്റിനകത്ത് ഓട്ടോ ഡ്രൈവറെ മരിച്ച നിലയിൽ കാണപ്പെട്ട കേസിലാണ് കർണാടക സ്വദേശി അഭിഷേക് ഷെട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പ്രതി മൊഴി നൽകി. മംഗളൂരുവിൽ നിന്നും ഓട്ടോ വാടകയ്ക്ക് വിളിച്ച് കുഞ്ചത്തൂരിലെത്തിച്ചാണ് കൊലപാതകം നടത്തിയത്. പിന്നീട് മൃതദേഹം ആൾമറയില്ലാത്ത കിണറ്റിൽ തള്ളുകയായിരുന്നു. കൊലപാതകത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. ഇവരെ കൂടി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. മംഗളൂരു മുതൽ മഞ്ചേശ്വരം വരെയുള്ള 50ഓളം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് പ്രതിയെ പിടികൂടാനായത്. ഒരു ബസ് സൈഡ് കൊടുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഈ മരിച്ച മുഹമ്മദ് ഷെരീഫുമായിട്ട് വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും തുടർന്ന് ഈ മുഹമ്മദ് ഷെരീഫ് ഈ കാര്യമായിട്ട് ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ മറ്റ് ഓട്ടോറിക്ഷക്കാരോട് പറഞ്ഞു എന്ന് പ്രതി പറയുന്നു. അങ്ങനെ അതിനുശേഷവും ഈ ബസ് ടൗണിലേക്ക് കൂടി ഓടിക്കുമ്പോൾ ഓട്ടോറിക്ഷക്കാർ സൈഡ് കൊടുക്കാത്ത വിഷയമുണ്ടാകുകയും അതിൻ്റെ ദേഷ്യം മനസ്സിൽ വെച്ചിട്ടാണ് പ്രതി ആ ഒരു ദേഷ്യം മനസ്സിൽ വെച്ചിട്ടാണ് പ്രതി കൃത്യം ചെയ്തിരിക്കുന്നത്. കർണാടക മുൽക്കി കൊളനാട് സ്വദേശിയും മംഗളൂരുവിലെ ഓട്ടോ ഡ്രൈവറുമായ മുഹമ്മദ് ഷെരീഫിനെ വ്യാഴാഴ്ച രാത്രിയാണ് കുഞ്ചത്തൂരിലെ ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കിണറിന് സമീപത്ത് കർണാടക രജിസ്ട്രേഷനുള്ള ഓട്ടോ ചെരിഞ്ഞു കിടക്കുന്ന നിലയിലായിരുന്നു. ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കിണറ്റിൽ മൃതദേഹം കാണപ്പെട്ടത്. കിണറ്റിനരികിൽ ചോര പുരണ്ട തുണികളും ചെരുപ്പും പേഴ്സും കണ്ടെത്തിയിരുന്നു. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി വിശദമായി പരിശോധിച്ചപ്പോഴാണ് മരിച്ചയാളെ തിരിച്ചറിയുന്നതിനുള്ള ഫോട്ടോയും രേഖകളും കണ്ടെടുത്തത്. മുഹമ്മദ് ഷെരീഫിനെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഭാര്യ കർണാടക പോലീസിൽ നേരത്തെ പരാതി നൽകിയിരുന്നു. ശനിയാഴ്ച രാവിലെ പുറത്തെടുത്ത മൃതദേഹത്തിൽ വെട്ടേറ്റ മുറിവുകൾ കണ്ടെത്തിയിരുന്നു. പരിയാരം മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിലാണ് കൊലപാതകമാണെന്ന് വ്യക്തമായത്. കർണാടക പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് പ്രതിയെ പിടികൂടിയത്. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങും. ന്യൂസ് 18 കാസർഗോഡ്. കൗമാരപ്രായത്തിൽ ഒരു കുട്ടി ക്രിമിനൽ സ്വഭാവം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് പല കാരണങ്ങളുണ്ടാകാം. അവൻ്റെ കുടുംബ പശ്ചാത്തലം, സാമൂഹ്യാവസ്ഥ ഇതൊക്കെ കുട്ടികളെ സ്വാധീനിക്കാറുണ്ട്. കണ്ണൂർ ഇരിട്ടി സ്വദേശിയായ 17-കാരൻ ഈ പ്രായത്തിനിടെ 3 കേസുകളിലാണ് പ്രതിയായത്. ഒടുവിൽ പിടിക്കപ്പെട്ട് കോഴിക്കോട് വെള്ളിമാട് കുന്ന് ജുവനൈൽ ഹോമിലെത്തുന്നു. താമരശ്ശേരിയിലെ ഷഹബാസ് കൊലക്കേസ് പ്രതികൾ താമസിക്കുന്നതും ഇതേ ജുവനൈൽ ഹോമിലാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് 17-കാരനെ മുറിയുടെ പുറത്ത് കണ്ടില്ല. അന്വേഷിച്ചെത്തിയപ്പോൾ കുട്ടി മുറിയിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ. സംഭവത്തിൽ ചേവായൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഞായറാഴ്ച വൈകിട്ടാണ് വെള്ളിമാടുകുന്ന് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ ഒബ്സർവേഷൻ ഹോമിൽ കഴിഞ്ഞിരുന്ന 17-കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുറിയിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന കുട്ടിയാണ് മരിച്ചത്. മുറിയിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. 3 കേസുകളിലെ പ്രതിയാണ് മരിച്ച 17-കാരൻ. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു കേസിൽ പിടിക്കപ്പെട്ടതോടെ ഇയാൾ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ ഒബ്സർവേഷൻ ഹോമിലെത്തിയത്. പിന്നീട് ഇവിടെ മറ്റാരുമായും കാര്യമായ സമ്പർക്കം ഉണ്ടായിരുന്നില്ല. ഞായറാഴ്ച വൈകിട്ട് മുറി പരിശോധനയ്ക്കെത്തിയ അധികൃതരാണ് മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. എന്താണ് ആത്മഹത്യ ചെയ്യാനുള്ള കാരണമെന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. കേരളത്തിൽ കുട്ടികൾക്കും യുവാക്കൾക്കും ഇടയിൽ ആത്മഹത്യാ നിരക്ക് വർദ്ധിക്കുന്നുണ്ട്. നിസ്സാര പ്രശ്നങ്ങളിൽ പോലും മനസ്സ് പതറുന്നവരും പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയാത്തവരും ഒരു മുഴം കയറിൽ ജീവിതം അവസാനിപ്പിക്കുന്ന കാഴ്ച. കൊച്ചി കാക്കനാട് 21-കാരനെ വാടക വീടിനുള്ളിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരിച്ച പത്തനംതിട്ട സ്വദേശി ജെറിൻ കാക്കനാട്ടെ സ്വകാര്യ സ്ഥാപനത്തിലെ വിദ്യാർത്ഥിയാണ്. സുഹൃത്തുക്കൾ വിഷു ആഘോഷിക്കാൻ വീട്ടിൽ പോയ സമയത്താണ് ദാരുണമായ സംഭവം ഉണ്ടായത്. എന്നാൽ മരണകാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. എറണാകുളം കാക്കനാട് അത്താണിയിലുള്ള വാടക വീട്ടിലാണ് പത്തനംതിട്ട അടൂർ നെടുമൺ സ്വദേശി ജെറിൻ വി ജോൺ എന്ന ജെറിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അത്താണി സെന്റ് ആന്റണി ചർച്ച് റോഡിലെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ജെറിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കാക്കനാട്ടെ സ്വകാര്യ സ്ഥാപനത്തിൽ വിദ്യാർത്ഥിയായിരുന്ന ജെറി സുഹൃത്തുക്കൾക്കൊപ്പമാണ് താമസിച്ചിരുന്നത്. വിഷു ആഘോഷത്തിനായി സുഹൃത്തുക്കൾ വീടുകളിലേക്ക് പോയിരുന്നു.
ഫോണിൽ വിളിച്ചിട്ട് ജെറിയെ കിട്ടാത്തതിനെ തുടർന്നാണ് പോലീസിൽ വിവരം അറിയിച്ചത്. പോലീസ് എത്തി വാടക വീടിന്റെ വാതിൽ പൊളിച്ച് അകത്ത് കയറിയപ്പോഴാണ് യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വാതിൽ ചവിട്ടിപ്പൊളിച്ച് കയറാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. തുടർന്ന് കമ്പിപ്പാര ഉപയോഗിച്ച് വാതിൽ പൊളിച്ച ശേഷമാണ് പോലീസ് അകത്ത് കടന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. മലപ്പുറം വളാഞ്ചേരിയിൽ വാട്ടർ ടാങ്കിൽ സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസ് ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ? മരണത്തിന് പിന്നാലെ നാട്ടുകാരെല്ലാം വലിയ ആശങ്കയിലായിരുന്നു. എന്നാൽ സംഭവം ആത്മഹത്യ എന്നാണ് പോലീസിന്റെ നിഗമനം. മരണത്തിൽ ദുരൂഹതയില്ലെന്നും മൃതദേഹത്തിൽ മറ്റു പരിക്കുകളൊന്നും കണ്ടെത്താനായിട്ടില്ലെന്നും പോലീസ് പറയുന്നു. മരണത്തിന് മുൻപുള്ള CCTV ദൃശ്യങ്ങളാണ് കേസിൽ നിർണായകമായത്. അത്തിപ്പറ്റ സ്വദേശിനി ഫാത്തിമയെയാണ് ആൾപ്പാർപ്പില്ലാത്ത വീട്ടിലെ വാട്ടർ ടാങ്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മലപ്പുറം വളാഞ്ചേരി അത്തിപ്പറ്റയിൽ ആൾപ്പാർപ്പില്ലാത്ത വീട്ടിലെ വാട്ടർ ടാങ്കിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസ്. മൃതദേഹത്തിൽ ബലപ്രയോഗം നടന്നതിന്റെ ലക്ഷണങ്ങളൊന്നുമില്ല. യുവതി മരിക്കുന്നതിന് മുൻപ് ഒറ്റയ്ക്ക് നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഫാത്തിമയുടേത് ആത്മഹത്യയാകാമെന്നാണ് പോലീസ് കരുതുന്നത്. കൊലപാതകത്തിനുള്ള സാധ്യത പോലീസ് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നാലേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. വളാഞ്ചേരി അത്തിപ്പറ്റ സ്വദേശിനി ഫാത്തിമയെ ഞായറാഴ്ചയാണ് അത്തിപ്പറ്റയിലെ താമസക്കാരില്ലാത്ത വീട്ടിലെ വാട്ടർ ടാങ്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ ഫാത്തിമ ജോലി ചെയ്യുന്ന വീട്ടിൽ വന്നുപോയതിനു ശേഷമാണ് മൃതദേഹം കണ്ടെത്തിയത്. വെങ്ങാട് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള താമസക്കാരില്ലാത്ത വീട്ടിലെ വാട്ടർ ടാങ്കിൽ ഫാത്തിമ മരിച്ചു കിടക്കുന്നതായി ഈ വീട്ടിലെ ജോലിക്കാരാണ് ആദ്യം കണ്ടത്. വീട്ടുടമസ്ഥൻ വിദേശത്തായതിനാൽ സെക്യൂരിറ്റി ജീവനക്കാരൻ മാത്രമാണ് ഇവിടെയുള്ളത്. ഈ വീടിന്റെ അയൽ വീട്ടിലാണ് ഫാത്തിമ ജോലി ചെയ്യുന്നത്. ഞായറാഴ്ച രാവിലെ വാട്ടർ ടാങ്കിലെ മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ ജോലിക്കെത്തിയപ്പോഴാണ് ഫാത്തിമയെ ടാങ്കിലെ വെള്ളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് എത്തി മൃതദേഹം പുറത്തെടുത്തപ്പോഴാണ് ഫാത്തിമയാണെന്ന് നാട്ടുകാർ തിരിച്ചറിഞ്ഞത്. ന്യൂസ് 18 തിരൂർ. 13,000 കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ്. ഇന്ത്യ സാമ്പത്തിക കുറ്റവാളി എന്ന് പ്രഖ്യാപിച്ച വജ്ര വ്യാപാരി. രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയെ കബളിപ്പിച്ച് വിദേശത്തേക്ക് കടന്ന മെഹുൽ ചോക്സി 7 വർഷത്തോളമാണ് അന്വേഷണ ഏജൻസികളെ വട്ടം കറക്കിയത്. സ്വിറ്റ്സർലൻഡിലേക്ക് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ ബെൽജിയത്ത് വെച്ച് ചോക്സി പിടിയിലാകുന്നു. അറസ്റ്റിലായെങ്കിലും ഇയാളെ ഇന്ത്യയിലെത്തിക്കാൻ നിയമപരമായ കടമ്പകൾ ഇനിയുമുണ്ട്. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് കോടികൾ വായ്പയെടുത്ത് തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ 2018 മെഹുൽ ചോക്സിയും ബന്ധുവായ നീരവ് മോദിയും ഉൾപ്പെടെയുള്ളവർക്കെതിരെ CBIയും EDയും കേസെടുത്തത്. വജ്രവ്യാപാരിയായ മെഹുൽ ചോക്സി ഭാര്യ പ്രീതി ചോക്സിക്കൊപ്പം ബെൽജിയത്ത് തുറമുഖ നഗരമായ ആന്റ്വർപ്പിലാണ് 2024 മുതൽ താമസം. ബെൽജിയത്ത് നിന്ന് സ്വിറ്റ്സർലാൻഡിലേക്ക് പോകാനുള്ള നീക്കങ്ങൾ നടക്കവെയാണ് അറസ്റ്റ്. ബെൽജിയം പോലീസ് ശനിയാഴ്ചയാണ് മെഹുൽ ചോക്സിയെ അറസ്റ്റ് ചെയ്തത്. ഇന്ത്യൻ അന്വേഷണ ഏജൻസികളായ CBIയും EDയും മെഹുൽ ചോക്സിയെ ബെൽജിയത്ത് നിന്ന് നാടുകടത്തി ഇന്ത്യയിലെത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. 2018 2021 മുംബൈ കോടതി പുറപ്പെടുവിച്ച 2 അറസ്റ്റ് വാറണ്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചോക്സിയെ പിടികൂടിയത്. 13,500 കോടി രൂപ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് വായ്പാ തട്ടിപ്പ് നടത്തിയ കേസിൽ അന്വേഷണം നേരിടുന്ന ചോക്സി 2018 ജനുവരി 2 ഇന്ത്യയിൽ നിന്ന് കടന്നു കളഞ്ഞത്. നിലവിൽ രക്താർബുദത്തിന് ചികിത്സയിലാണ് ചോക്സി. ഇന്ത്യക്ക് കൈമാറാനുള്ള നീക്കത്തിനെതിരെ മെഹുൽ ചോക്സി ബെൽജിയത്ത് കോടതിയെ സമീപിക്കും. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള അപേക്ഷയിൽ കോടതി വിധി നിർണായകമാകും. മെഹുൽ ചോക്സിയും ഭാര്യയും ബെൽജിയത്ത് F റെസിഡൻസി കാർഡ് നേടിയിരുന്നു. അതുകൊണ്ട് തന്നെ നിയമപരമായ കടമ്പകൾ കടന്ന മെഹുൽ ചോക്സിയെ ഇന്ത്യയിലെത്തിക്കാൻ ഇനിയും ഏറെ നാൾ കാത്തിരിക്കണം. മെഹുൽ ചോക്സിയുടെ അമ്മാവനായ നീരവ് മോദി 2019 ലണ്ടനിൽ വെച്ച് അറസ്റ്റിലായിരുന്നു. നീരവ് മോദിയെ ഇതുവരെ ഇന്ത്യയിലെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. നടൻ സൽമാൻ ഖാന് നേരെ വീണ്ടും വധഭീഷണി.
മുംബൈക്കടുത്ത് വർളിയിലുള്ള ഗതാഗത വകുപ്പിൻ്റെ ഓഫീസിലെ വാട്സാപ്പ് നമ്പറിലേക്കാണ് വധഭീഷണി സന്ദേശം എത്തിയത്. വീട്ടിൽ കയറി നടനെ കൊല്ലുമെന്ന ഭീഷണിപ്പെടുത്തിയ സന്ദേശത്തിൽ സൽമാൻ്റെ കാർ ബോംബ് വെച്ച് തകർക്കുമെന്നും പറയുന്നുണ്ട്. ഭീഷണി സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെ വർളി പോലീസ് സംഭവത്തിൽ കേസെടുത്തു. കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ലോറൻസ് ബിഷ്ണോയിയുടെ സംഘമാണോ ഇതിന് പിന്നിലെന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. അടുത്ത സുഹൃത്തും മുൻ മഹാരാഷ്ട്ര മന്ത്രിയുമായ ബാബ സിദ്ദിഖിയുടെ കൊലപാതകത്തിന് ശേഷം സൽമാൻ ഖാന് നിരവധി വധഭീഷണികൾ വന്നിരുന്നു. ഇതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. Y+ സെക്യൂരിറ്റിയിലുള്ള താരത്തിന് പോലീസ് എസ്കോർട്ടും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പനവേലിലുള്ള സൽമാന്റെ ഫാം ഹൗസിലും സെക്യൂരിറ്റികളുടെ ഒരു നീണ്ട നിരയുണ്ട്. അതിനിടെയാണ് വീണ്ടും വധഭീഷണി സന്ദേശം. ഭീഷണിയുടെ ഉറവിടത്തെ സംബന്ധിച്ച് ആധികാരികതയെപ്പറ്റിയും പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോറൻസ് ബിഷ്ണോയ് സംഘത്തിൽ നിന്നാണോ ഭീഷണി ലഭിച്ചതെന്ന് വ്യക്തമല്ല. കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ലോറൻസ് ബിഷ്ണോയുടെ സംഘം താരത്തിനെതിരെ നേരത്തെ വധഭീഷണി ഉയർത്തിയിരുന്നു. കൃഷ്ണമൃഗത്തെ വേട്ടയാടിയ കേസിൽ സൽമാനെതിരെ കേസ് വന്നതിനു പിന്നാലെ 2018 അദ്ദേഹത്തെ വധിക്കാൻ ബിഷ്ണോയി സമുദായത്തിൽ നിന്ന് ചിലർ ആഹ്വാനം ചെയ്തിരുന്നു. ജോധ്പൂരിൽ വെച്ച് സൽമാൻ കൊല്ലപ്പെടുമെന്നാണ് അന്ന് ഭീഷണി മുഴക്കിയത്. പിന്നീട് കഴിഞ്ഞ ഏപ്രിൽ 14 ഗാലക്സി അപ്പാർട്ട്മെന്റിന് നേരെ വെടിവെപ്പുണ്ടായി. പുലർച്ചെയായിരുന്നു ആക്രമണം. മോട്ടോർ ബൈക്കിലെത്തിയ 2 പേർ സൽമാന്റെ അപ്പാർട്ട്മെന്റിന്റെ 1ാം നിലയിലെ ബാൽക്കണിയിലേക്ക് വെടിയുതിർക്കുകയായിരുന്നു. ബിഷ്ണോയുടെ സംഘമാണ് ഇതിനു പിന്നിലെന്ന് പിന്നീട് വ്യക്തമായി. ന്യൂസ് 18 മുംബൈ. മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരന്മാരായ തഹാവൂർ റാണയ്ക്കും ഹെഡ്ലിക്കും ഇന്ത്യയിലെത്തിയപ്പോൾ സഹായം ചെയ്തു കൊടുത്തത് ഒരു മലയാളി എന്ന് കേട്ടാൽ വിശ്വസിക്കാൻ കഴിയുമോ? NIA കൊച്ചിയിൽ നിന്ന് കസ്റ്റഡിയിലെത്ത യുവാവിന് ഇവരുമായി എന്താണ് ബന്ധം? റാണയ്ക്ക് കേരളത്തിലും ഇയാളാണോ സഹായം ചെയ്തത്? ഇക്കാര്യങ്ങൾ കണ്ടെത്താൻ കൊച്ചിയിൽ നിന്നുള്ള NIA ഉദ്യോഗസ്ഥരും ചോദ്യം ചെയ്യൽ സംഘത്തിലുണ്ട്. നിലവിൽ NIAയുടെ കസ്റ്റഡിയിലുള്ള ഇയാൾക്കൊപ്പം റാണയെയും കൊച്ചിയിലെത്തിച്ച് തെളിവ് ശേഖരിക്കാൻ ഒരുങ്ങുകയാണ് NIA. മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് തഹാവൂർ റാണയെയും ഹെഡ്ലിയെയും സഹായിച്ച ആൾ കൊച്ചിയിൽ നിന്നാണ് എന്നാണ് NIA വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കൊച്ചിയിൽ നിന്നുള്ള NIA ഉദ്യോഗസ്ഥർ കൂടി ചോദ്യം ചെയ്യലിന് എത്തിയിട്ടുണ്ട്. സംഘത്തിൽ കൊച്ചി NIA യൂണിറ്റിലെ 2 ഉദ്യോഗസ്ഥരാണുള്ളത്. തീവ്രവാദ സംഘടനകളിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാനാണ് കൊച്ചിയിൽ എത്തിയത് എന്ന് റാണ നേരത്തെ പറഞ്ഞുവെന്നുള്ള സൂചനകളും പുറത്തു വന്നിരുന്നു. ഇതിനിടെയാണ് റാണയെയും ഹെഡ്ലിയെയും ഇന്ത്യയിൽ സഹായിച്ച ഒരാളെ NIA കസ്റ്റഡിയിലെടുത്തത്. റാണയുടെ നിർദ്ദേശപ്രകാരമാണ് ഹെഡ്ലിയെ ഇന്ത്യയിൽ സ്വീകരിച്ചതെന്നാണ് ഇയാളുടെ മൊഴി. മുംബൈ ഭീകരാക്രമണത്തിന് പ്ലോട്ട് ഒരുക്കിയത് ദുബായിലാണെന്നാണ് സൂചന. ISI ഏജന്റുമായി തഹാവൂർ റാണ ആദ്യ ചർച്ച നടത്തിയത് ദുബായിൽ വെച്ചാണെന്നാണ് NIAയുടെ കണ്ടെത്തൽ. ഹെഡ്ലിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു കൂടിക്കാഴ്ച. ISI ബന്ധമുള്ളയാൾ ഇരുവരുടെയും ബാല്യകാല സുഹൃത്തെന്നാണ് സൂചന. പക്ഷേ അമേരിക്ക കൈമാറിയ വിവരത്തിൽ ഇയാളുടെ പേരില്ല. വിശദാംശങ്ങൾ അറിയാൻ NIA റാണയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അതേസമയം റാണ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ലെന്നാണ് വിവരം. റാണയെ ദേശീയ അന്വേഷണ ഏജൻസി കൊച്ചിയിൽ കൊണ്ടുവരും. കൊച്ചിയിൽ സഹായം നൽകിയ ആളുമായി ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് NIAയുടെ നീക്കം. മുംബൈ സ്ഫോടനം നടന്നതിന് 10 ദിവസം മുമ്പ് റാണ കൊച്ചിയിൽ വന്ന് താമസിച്ചത് എന്തിന് എന്നാണ് NIA പരിശോധിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. കൊച്ചി നഗരത്തിൽ ഏത് മുക്കിലും മൂലയിലും കഞ്ചാവും മാരക ലഹരി വസ്തുക്കളും ലഭ്യമാണ്. പോലീസിൻ്റെയും എക്സൈസിൻ്റെയും കണ്ണുവെട്ടിച്ച് ഏത് വിധേനയും ലഹരി വിൽപ്പന നടത്തുന്നവരുണ്ട്. കാക്കനാട് ഓൺലൈൻ ടാക്സിയുടെ മറവിലായിരുന്നു MDMA കച്ചവടം. എക്സൈസിൻ്റെ പരിശോധനയിൽ ടാക്സി ഡ്രൈവറിൽ നിന്നും MDMA കണ്ടെടുത്തു. അതിനിടെ വിദേശത്ത് നിന്നെത്തിച്ച ഹൈബ്രിഡ് കഞ്ചാവുമായി യുവതി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പിടിയിലായി. തമിഴ്നാട് സ്വദേശിനിയിൽ നിന്നാണ്
35 ലക്ഷത്തിലധികം രൂപ വിലമതിക്കുന്ന കഞ്ചാവ് പിടിച്ചെടുത്തത്. കൊച്ചിയിൽ ലഹരി പരിശോധന തുടരുകയാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എയർ ഇന്റലിജൻസ് യൂണിറ്റിന്റെ പരിശോധനയിലാണ് നടപടി. തമിഴ്നാട് സ്വദേശിനിയിൽ നിന്നും 35,70,000 രൂപയുടെ മൂല്യമുള്ള 1190 ഗ്രാം കഞ്ചാവാണ് AIU പിടിച്ചെടുത്തത്. ബാങ്കോക്കിൽ നിന്ന് ലയൺ എയർവേസ് വഴി എത്തിയ തുളസി എന്ന സ്ത്രീയാണ് പിടിയിലായത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ബാഗേജിന്റെ എക്സ്റേ സ്കാനിംഗിൽ സംശയം തോന്നിയാണ് ഉദ്യോഗസ്ഥർ തുളസിയെ തടഞ്ഞുവെച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. അതേസമയം മറ്റൊരു കേസിൽ ഓൺലൈൻ ടാക്സിയുടെ മറവിൽ ലഹരിമരുന്ന് വിൽപ്പന നടത്തിവന്ന ടാക്സി ഡ്രൈവർ എക്സൈസിന്റെ പിടിയിലായി. 6 ഗ്രാം MDMAയുമായി കണ്ണൂർ ഇരിട്ടി സ്വദേശി അനൂപാണ് പിടിയിലായത്. കോമ്പിംഗ് ഓപ്പറേഷന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ കാക്കനാട് പൈപ്പ് ലൈൻ ഭാഗത്തു നിന്നുമാണ് ഇയാളെ എക്സൈസ് സംഘം പിടികൂടിയത്. കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് ബംഗളൂരുവിൽ നിന്നുമാണ് ലഹരിമരുന്ന് എത്തിച്ചത്. ഏതാനും വർഷങ്ങളായി അനൂപ് ടാക്സി സേവനത്തിന്റെ മറവിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തി വരികയായിരുന്നു. വിഷുവിന്റെ തലേന്ന് ലഹരി വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് പ്രതി പിടിയിലായത്. ന്യൂസ് 18 കൊച്ചി. വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങാൻ തുടങ്ങിയതോടെ മലയോര മേഖലയിൽ നാട്ടുകാരും നായാട്ടിനിറങ്ങുകയാണ്. കോഴിക്കോട് കള്ളിപ്പാറയിൽ നായാട്ടിന് പോയ 2 യുവാക്കളെയാണ് നിറതോക്കുകളുമായി ഫോറസ്റ്റ് സംഘം അറസ്റ്റ് ചെയ്തത്. കൂടരഞ്ഞി സ്വദേശികളായ റെനോൻ, ടിബിൻ എന്നിവരെ പുലർച്ചെയാണ് പിടികൂടിയത്. അറസ്റ്റിലായവരെ ഫോറസ്റ്റ് സംഘം മർദ്ദിച്ചുവെന്ന പരാതിയുമുണ്ട്. ഞായറാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് കൂടരഞ്ഞി കക്കാടംപോയിൽ റോഡിൽ കള്ളിപ്പാറയിൽ വെച്ച് സ്കൂട്ടറിൽ തോക്കുകളുമായി വന്ന യുവാക്കൾ അരീക്കോട് കൊടുമ്പുഴ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പിടിയിലാകുന്നത്. ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ A. നാരായണന്റെ നിർദ്ദേശപ്രകാരം വാഹന പരിശോധനയ്ക്കിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കണ്ട് തിരിച്ചുപോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇവർ പിടിയിലാകുന്നത്. പരിശോധനയിൽ തിര നിറച്ച തോക്കും 5 തിരകളും കണ്ടെത്തി. സെഷൻ ഫോറസ്റ്റ് ഓഫീസർ ഷിജി, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അമൽ വിജയൻ എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്. ഇവരെ മഞ്ചേരി വനം വകുപ്പ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അതേസമയം പിടികൂടിയവരെ ഫോറസ്റ്റ് സംഘം മർദ്ദിച്ചു എന്ന പരാതിയുമുണ്ട്. നിങ്ങളവർ മർദ്ദിക്കുക എന്തെങ്കിലും ചെയ്തിരുന്നോ? എവിടുന്നാ പഠിക്കുന്നത്? എവിടുന്നാ? കള്ളിപ്പാറ. ഇവരെന്താ പറഞ്ഞ പഠിക്കുന്നത്? ഇവര് നമ്മൾ ലൈസൻസിന്റെ ആള് കൂടെ ഇല്ലാന്ന് പറഞ്ഞിട്ട് വെടിവെക്കോ ഒന്നുമില്ല. തോക്ക് കയ്യിലുണ്ടായിരുന്നു. അവിടെ നിന്നും കൊണ്ടുവന്ന ന്യൂസ് 18 കോഴിക്കോട്. ഇന്റലിജൻസ് മേധാവി P. വിജയനെതിരായ വ്യാജമൊഴിയിൽ ADGP MR അജിത് കുമാറിന് പിടിവീഴുമോ? വ്യാജമൊഴിയിൽ അജിത് കുമാറിനെതിരെ സിവിൽ ക്രിമിനൽ കേസുകൾ എടുക്കാമെന്ന് DGPയുടെ ശുപാർശ. അജിത് കുമാറിന്റെ മൊഴി അടിസ്ഥാനരഹിതമെന്നും നിയമ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് P. വിജയൻ നൽകിയ പരാതിയിലാണ് DGP ഈ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. സംഭവത്തിൽ കേസെടുക്കാമെന്ന് DGP സർക്കാരിന് റിപ്പോർട്ട് നൽകി. കരിപ്പൂർ കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കള്ളക്കടത്തിൽ ADGP P. വിജയന് പങ്കുണ്ടെന്ന് മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ് തന്നോട് പറഞ്ഞെന്നായിരുന്നു അജിത് കുമാർ മൊഴി നൽകിയത്. എന്നാൽ താനിങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും ഇത് പൂർണ്ണമായും വ്യാജമാണെന്നും വ്യക്തമാക്കി സുജിത് ദാസ് ഇതിന് പിന്നാലെ രംഗത്ത് വന്നു. തുടർന്ന് തനിക്കെതിരെ അപകീർത്തികരമായ വ്യാജമൊഴി നൽകിയതിന് ക്രമസമാധാന ചുമതലയിൽ ഉണ്ടായിരുന്ന അജിത് കുമാറിനെതിരെ കേസെടുക്കണമെന്ന് P. വിജയൻ പരാതി നൽകുകയായിരുന്നു. ഈ പരാതിയിലാണ് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബ് അന്വേഷണം നടത്തി അജിത് കുമാറിനെതിരെ കേസെടുക്കാൻ ശുപാർശ നൽകിയത്. തൃശൂർ പൂരം കരക്കൽ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, അനധികൃത സ്വത്ത് സമ്പാദനം തുടങ്ങിയ വിഷയങ്ങളിലും MR അജിത് കുമാർ അന്വേഷണം നേരിടുന്നതിനിടയിലാണ് DGPയായി സ്ഥാനക്കയറ്റം നൽകാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകിയത്. ചീഫ് സെക്രട്ടറി, DGP, ആഭ്യന്തര സെക്രട്ടറി, വിജിലൻസ് ഡയറക്ടർ എന്നിവരടങ്ങിയ IPS സ്ക്രീനിംഗ് കമ്മിറ്റിയാണ് സ്ഥാനക്കയറ്റത്തിന് അനുമതി നൽകിയത്. കവടിയാറിലെ അജിത് കുമാറിന്റെ വീട് നിർമ്മാണം, ഫ്ളാറ്റ് വാങ്ങൽ, സ്വർണ്ണക്കടത്തിലെ ബന്ധം തുടങ്ങിയ വിഷയങ്ങളിലാണ് വിജിലൻസ് അന്വേഷണം നടത്തിയത്. പ്രാഥമിക അന്വേഷണത്തിന് DGP തുടക്കമിട്ടതിന് പിന്നാലെ കേസ് വിജിലൻസിന് കൈമാറുകയായിരുന്നു. എന്നാൽ വീട് നിർമ്മാണം വായ്പയെടുത്താണെന്നും
ഫ്ളാറ്റ് വിൽപ്പനയിൽ കൃത്രിമത്വമൊന്നും ഇല്ലെന്നുമായിരുന്നു വിജിലൻസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. അതേസമയം വരുന്ന മെയ് 30-നാണ് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേ സാഹിബ് വിരമിക്കാനിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒഴിവിലേക്ക് നിലവിൽ 6 പേരുകളാണ് പരിഗണനയിൽ ഉള്ളത്. UPSC ബോർഡ് സംസ്ഥാനത്തിന് കൈമാറുന്ന 3 പേരുടെ ചുരുക്കപ്പട്ടികയിൽ MR അജിത് കുമാറിന്റെ പേരുൾപ്പെടുമോ എന്ന ചോദ്യങ്ങൾക്കിടയിലാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താനുള്ള DGPയുടെ ശുപാർശ. ന്യൂസ് 18 തിരുവനന്തപുരം. മക്കൾക്ക് നല്ല മാതൃക കാട്ടിക്കൊടുക്കേണ്ടവരാണ് മാതാപിതാക്കൾ. എന്നാൽ ഇക്കാലത്ത് കുട്ടികൾക്ക് മുന്നിൽ ഒരു റോൾ മോഡലായി ജീവിക്കുന്ന എത്ര അച്ഛനമ്മമാരുണ്ട്. മക്കളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുകയും വീട്ടിൽ പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുന്ന പലരെക്കുറിച്ചും നമ്മൾ കേൾക്കാറുള്ളതാണ്. എന്നാൽ പാലക്കാട് പട്ടാമ്പിയിൽ ഒരു പിതാവ് പ്രായപൂർത്തിയാകാത്ത മകളെയും കുട്ടിയാണ് ബിവറേജ് ഔട്ട്ലെറ്റിൽ മദ്യം വാങ്ങാൻ പോയത്. രാത്രി 8 മണിയോടെ 10 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന പെൺകുട്ടിയുമായി അച്ഛൻ എത്തിയതോടെ ആളുകളുടെ എല്ലാം ശ്രദ്ധ അവരിലേക്കായി. വിഷുവിൻ്റെ തലേ ദിവസമായതിനാൽ മദ്യം വാങ്ങാൻ വലിയ തിരക്കുള്ളപ്പോഴാണ് കുട്ടിയുമായി ഇയാൾ വരിയിൽ നിന്ന് മദ്യം വാങ്ങിയത്. കള്ളുകുടിയന്മാരാണെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ചിലർക്ക് ബോധമുണ്ട് കേട്ടോ. കുട്ടിയുമായി മദ്യം വാങ്ങാനെത്തിയ അച്ഛനെ അവർ ചോദ്യം ചെയ്തു. രംഗം വഷളാകുമെന്ന് കണ്ടതോടെ അയാൾ ഉടൻ സ്ഥലം വിടുകയും ചെയ്തു. ഇങ്ങനെ മദ്യപാനികളുടെ ഇടയിലൂടെ സ്വന്തം മകളുമായി ബിവറേജിൽ പോയ ആ അച്ഛനെ എന്തു വിളിക്കണം? അയാൾക്കെതിരെ നിയമ നടപടിയാണ് സ്വീകരിക്കേണ്ടത്. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.